നമസ്കാരം കൂട്ടുകാരെ, ഞാൻ രാധാകുറുപ്പ്. ആദ്യമായി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് വെറ്റിലച്ചെടിയെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാലും തീരാത്ത അത്ര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് വെറ്റിലച്ചെടി. സമ്പൽ സമൃദ്ധിയുടെ നിറകുടമാണ് വെറ്റിലച്ചെടി വീട്ടിൽ നട്ടാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മംഗളകരമായ ചടങ്ങുകളിൽ വെറ്റിലയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകളിലാണ് നമ്മൾ ഈ വെറ്റില നടേണ്ടത്. കിഴക്ക് ഭാഗത്ത് നടുന്ന വളരെ ഐശ്വര്യപ്രദമാണ്. നല്ല രീതിയിൽ പരിപാലിക്കുകയും നല്ല രീതിയിൽ ജലം കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ചെടിയാണ് ഈ വെറ്റിലച്ചെടി. നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. നശിച്ചു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ചെടി നമ്മൾ വെച്ചുപിടിപ്പിക്കേണ്ടതാണ്. വളരെയധികം തരത്തിലുള്ള വെറ്റിലകളുണ്ട് വീടുകളിൽ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നത്. കൃഷ്ണവെറ്റ അല്ലെങ്കിൽ കർപ്പൂരവെറ്റ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറ്റിലയാണ്. അതിനെ കർപ്പൂര വെറ്റിലയെന്നും കൃഷ്ണ വെറ്റിലയെന്നും തുളസി വെറ്റില എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്റെ വീട്ടിൽ 2 തരത്തിലുള്ള വെറ്റില ചെടിയുണ്ട്. അത് കിഴക്ക് ഭാഗത്താണ് ഒന്ന് വെച്ചുപിടിപ്പിച്ചേക്കുന്നത്. കിണറിന്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒരെണ്ണം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അത് കിഴക്ക് ഭാഗമാണ്. പിന്നെ വടക്ക് പടിഞ്ഞാറായിട്ട് ഒരു മൂട് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളും വളരെ നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഞാൻ എല്ലാ മാസവും ഹനുമാൻ സ്വാമിക്ക് മാല സമർപ്പിക്കുന്നുണ്ട്, വെറ്റില മാല സമർപ്പിക്കുന്നുണ്ട് എൻ്റെ മോന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വെറ്റില നമ്മുടെ വീടുകളിൽ ചെടികൾ പോലെ തന്നെ, മണി പ്ലാന്റ് പോലെ തന്നെ നട്ടുപിടിപ്പിക്കണം. അതേപോലെ തന്നെ അത് താഴേക്ക് വളരാതെ മുകളിലേക്ക് വളരുന്ന രീതിയിൽ വേണം നമ്മൾ സാധാരണ രീതിയിൽ ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഈ വെറ്റില ചെടി വെച്ച് പിടിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.